ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രജിത. 29 വയസ്സുണ്ട്. 24ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. എനിക്ക് പഠിച്ച് ഒരു ബിസിനസ്സോ ജോലിയോ മറ്റോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനെൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. വലിയ ഒരു ബിസിനസ്മാനെയാണ് വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ചത്. അയാൾക്കാണെങ്കിൽ എന്നെ കണ്ടപ്പോഴേ ഇഷ്ടമാവുകയും ചെയ്തു. വലിയ വീട്, പത്രാസ്, സ്വർഗലോകം പോലെ എല്ലാ സെറ്റപ്പുമുണ്ട് എന്ന് പറഞ്ഞ് എന്നെയും അവർ മോഹിപ്പിച്ചു. അങ്ങനെ സുന്ദരനായ ഒരാളെ ഞാൻ അധികമൊന്നും ചിന്തിക്കാതെ വിവാഹം കഴിച്ചു മാഡം. ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സാധാരണ എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന പോലെയൊന്നുമല്ല അവരുടെ വീട്ടിലെ സിറ്റുവേഷൻസ്. ആരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഓരോരുത്തരും ആ വലിയ വീട്ടിൽ ഓരോ തുരുത്ത് പോലെയാണ്. ഓരോരുത്തരുടെയും ബെഡ്റൂമാണ് അവരവരുടെ ലോകം. അതിൽ കൂടുതൽ ഒന്നുമില്ല. അമ്മായിമ്മയുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകും. അമ്മായിച്ചനും ബിസിനസ്സാണ്. പിന്നെ ഒരു നാത്തൂനുണ്ട്, അവർ വല്ലപ്പോഴും വരും. വേലക്കാരൊക്കെ അവിടെയും ഇവിടെയുമുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചില സിനിമകളിലൊക്കെ കാണില്ലേ എന്ന് പറഞ്ഞതുപോലെ ബന്ധമറ്റ ഒരു ലോകമാണ്. എന്നാൽ പണത്തിനോ മറ്റു സൗകര്യങ്ങൾക്കോ ഒരു കുറവുമില്ല. ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ നിലത്ത് നിൽക്കാൻ സമയമില്ല. ഞാൻ അങ്ങേരുടെ കൂടെ ഹണിമൂണൊക്കെ പോയിട്ടുണ്ട് മാഡം. പക്ഷേ അതും പറഞ്ഞു വരുമ്പോൾ ബിസിനസ് ട്രിപ്പാണ്. എവിടെ പോയാലും ഒരു 12 മണി കഴിഞ്ഞിട്ടേ ഫ്രീ ആകാറുള്ളൂ. പിന്നീട് ഞങ്ങളുടെ റൊമാൻസിന് കിട്ടുന്ന സമയം 1 മണിക്കൂറാണ്. അതിൽ ഭർത്താവ് എത്രയൊക്കെ തൊഴിഞ്ഞിട്ടും അക്കരെ എത്തിയതായിട്ട് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എന്നാലോ എല്ലാ സൗകര്യമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് ഒട്ടൊഴിവാക്കാനും പറ്റില്ല. ഇത്രയും ബിസി ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ശീലമാക്കിപ്പോയി മാഡം. വലിയ വലിയ ആളുകളുടെ സെറ്റപ്പിൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്നാണല്ലോ. പ്രേമവും റൊമാൻസും ഒന്നും അവർക്ക് ആവശ്യമില്ല. പണം, ബിസിനസ്, ഇതിന് പുറകെയാണ് എല്ലാവരും. യാന്ത്രികമായ ജീവിതമാണ്. അതുകൊണ്ട് തർക്കിച്ചിട്ടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും എനിക്ക് വേറെ ബെറ്റർ ഓപ്ഷൻസ് ഒന്നുമില്ല. ആരെയും പ്രേമിച്ചിട്ടില്ല, ആരും കാത്തിരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ആരെ പോയി പ്രേമിക്കാനാണ്? അങ്ങനെ എനിക്കൊരു കുട്ടിയുണ്ടായി ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളി സമ്മതിക്കില്ല. അത് ഒട്ടും ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. പിന്നെ ബിസിനസ് ചെയ്യാനും കൂടെ ചെല്ലാനും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതിന് സമ്മതിക്കില്ല. ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി എന്നായിരുന്നു പുള്ളിയുടെ നിർദ്ദേശം. പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ കുട്ടിയോട് എന്നോടും വരുമ്പോൾ സ്നേഹമാണ്. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെലവിടാൻ വലിയ സമയമൊന്നുമില്ല. പക്ഷെ മാഡം, പ്രസവം കഴിഞ്ഞ് ഒരു 8 മാസമായപ്പോഴേക്കും എല്ലാവർക്കും സംഭവിച്ചത് എനിക്ക് സംഭവിച്ചു. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഇടപാടുകൾ പോലും ഇല്ലാതായി. അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. അടുത്ത് വരുമ്പോൾ പറയും, നിന്നെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയാണെന്ന്. ഞാൻ ചോദിക്കും, അതെന്താ അമ്മയായിരുന്നു നിങ്ങളുടെ മുൻ പാർട്ട്ണർന്ന്? അപ്പോൾ പറയും, അങ്ങനെയല്ല, നീ ഒരു അമ്മയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നിന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ തോന്നുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് താല്പര്യം തോന്നില്ല എന്നൊക്കെ പറയും മാഡം. എനിക്ക് അത് വിചിത്രമായിട്ട് തോന്നി. എന്നെ ഇഷ്ടപ്പെട്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയ ഒരു ദാമ്പത്യം കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അമ്മയെപ്പോൾ തോന്നുകയാണെന്നും. അവസാനം പുള്ളി പറഞ്ഞു, എനിക്ക് വണ്ണമൊക്കെ കൂടി എൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, വിവാഹത്തിന് മുൻപത്തെ പോലെ ഒരു ഫീലിംഗ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് പിന്നെ പൊതുവെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭർത്താക്കന്മാർ അകലി വന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്തു, യോഗ ചെയ്തു. പിന്നെ ചില യന്ത്രങ്ങളൊക്കെ ഭർത്താവ് വാങ്ങിച്ചു തന്നു. വീട്ടിൽ ബ്യൂട്ടീഷ്യനൊക്കെ വരുമായിരുന്നു മാഡം. അങ്ങനെ ഞാൻ എൻ്റെ പഴയ ആ ഒരു സൗന്ദര്യം വീണ്ടെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് എന്നോട് ഇത്തിരിയെങ്കിലും അടുപ്പം ഉണ്ടായത്. എനിക്ക് മനസ്സിലായി, അങ്ങേർക്ക് എല്ലാം വേണം, ഞാൻ സുന്ദരിയായിരിക്കണം, എന്നാലോ അയാളുടെ കുട്ടികളുടെ അമ്മയാകെ വേണമെന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും ഇനി രണ്ടാമതൊരു കുട്ടി വേണ്ട. അതുകൊണ്ട് നിരോധന മാർഗങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹവും അത് സമ്മതിച്ചു. എൻ്റെ അമ്മായിമ്മ വലിയ ബിസിയാണ്. കുട്ടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ സഹായികളുണ്ട്. അവർ എന്താണ് ബിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കറങ്ങി നടക്കുകയാണ്, അത്രയേ ഉള്ളൂ. ജോലിക്കൊന്നും പോകുന്നില്ല. പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഭർത്താവിനെ അവർ മൈൻഡ് ചെയ്യാറില്ല. അവരാണ് ഇവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അതും എനിക്ക് ഒരു തുണയുമില്ലാത്തൊരവസ്ഥയായിരുന്നു മാഡം. അമ്മായിമ്മ നന്നായിരുന്നു, ഒരു നാടൻ രീതിയുള്ള ആളായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ. ഇതങ്ങനൊന്നുമല്ല. നമ്മളൊരു കംപ്ലയിൻറ്റ് പറയാൻ ചെന്നാലും പുള്ളിക്കാരി പറയും, നീയായി, നിൻ്റെ ഭർത്താവായി എന്ന് പറയും മാഡം. പിന്നീട് ഞാൻ ഭർത്താവിനോട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് നിന്നത്. 1 വർഷത്തിന് മുമ്പ് ഭർത്താവ് 2 സ്ഥാപനങ്ങൾ കൂടി തുറന്നു. അത് ഞങ്ങളുടെ ടൗണിലുള്ള മാളിലായിരുന്നു. അതോടുകൂടി പുള്ളിക്ക് ഒന്നുകൂടി ബിസിയായി. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും ഇടപഴകുന്നതും ഒക്കെ കുറഞ്ഞു. പക്ഷേ
പണത്തിന് ഉന്നതി ഉണ്ടായെന്നുള്ളതല്ലാതെ എൻ്റെ മനസ്സിന് ഒരു സമാധാനവുമില്ലായിരുന്നു മാഡം. ആ ഇടയ്ക്ക് പുള്ളിക്കാരനോട് പറഞ്ഞു, ആ ഇനിയിപ്പോൾ എന്തായാലും കുട്ടിയെ നോക്കാനൊക്കെ ആളുകളുണ്ടല്ലോ, ഒരു 3-4 മണിക്കൂർ നീ അവിടുത്തെ ഷോറൂമിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു, മാളിലെ. അതെന്താ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവിടെ സ്ത്രീകൾക്കുള്ള സാധനങ്ങളാണ് കൂടുതൽ വിൽക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ മേൽനോട്ടമൊക്കെ ഇടയ്ക്ക് നീ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, കൂടുതലും സ്ത്രീ സ്റ്റാഫുകളാണ്, ആ സെക്ഷനിൽ നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ പുരുഷന്മാർ ഉള്ളിടത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, എന്തായാലും പുരുഷന്മാർ കൂടുതലുള്ളിടത്ത് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാര്യം നിനക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലാണോ എന്ന് എനിക്ക് പണ്ടേ സംശയമുണ്ട്, വേണമെങ്കിൽ നീ ആരിലേക്കും ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ്, അതുമാത്രവുമല്ല നിന്നെ പാർട്ടികൾക്കൊന്നും കൊണ്ടുപോകാതിരിക്കാൻ എനിക്ക് വേറെയും കാരണമുണ്ട്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ മതാലസമായ ഒരു ഭാവമാണ്, നിന്റെ ചുണ്ടൊക്കെ ഇത്തിരി വിസ്തൃതമാണ്, അത് കാണുമ്പോൾ ആണുങ്ങൾക്ക് ഇഷ്ടം തോന്നും, അതുമാത്രമല്ല നിനക്ക് ബമ്പർ ബോണറ്റുമൊക്കെ കൂടുതലാണ്, അത് മറ്റുള്ളവരെ ആകർഷിക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ പാർട്ടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പലരും നിന്നെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയും വർഷമായിട്ടും നിങ്ങളിതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണോ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തെടുത്തിടുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ കൂടുതൽ അറിയാതിരിക്കും നല്ലത്, അടങ്ങി ഒതുങ്ങി അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു. അത് പിന്നെ ഒരു സെൻറ്ററാണ് മാഡം, അവിടെ പെണ്ണുങ്ങൾ മാത്രമാണ് കൂടുതലും, അവിടെ ആണുങ്ങൾ ഇല്ല സ്റ്റാഫായിട്ട്, ആ സെക്ഷനിൽ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഞാനൊരു 3-4 മണിക്കൂർ മാത്രമേ ഇരിക്കാറുള്ളൂ, ഭർത്താവ് അവിടേക്ക് അങ്ങനെ വരാറില്ല, എല്ലാം അദ്ദേഹം ഓൺലൈനിൽ കൂടി മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഫോണിൽ കൂടി. പെണ്ണുങ്ങൾ കൂടുതലുള്ളിടത്ത് വിലസൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കുറവാണ്, എനിക്കാണ് ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് ബിസിനസ്സിലും പണം ഉണ്ടാക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധ എന്നാണ് പറഞ്ഞു വരുന്നത്. കഥകളിലെല്ലാം അദ്ദേഹം പുണ്യാളനും ഞാൻ വഴിതെറ്റിയ വാസവദത്തെയുമാണ്, അതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളല്ലേ ഞാൻ, അതുകൊണ്ട് കൂടുതൽ തർക്കിക്കാൻ ഞാൻ പോകാറില്ല, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിക്കും മാഡം. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുവിടാനും ഡ്രൈവറുണ്ട്, ഒരു 10-55 വയസ്സുള്ള അവരുടെ കമ്പനി ഡ്രൈവറാണ്. പുള്ളി കാറും കൊണ്ടുവരും, എന്നെ കൊണ്ടുപോകും, തിരിച്ച് ഞാൻ വിളിക്കുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴേ മാഡം ആ ഡ്രൈവർ വേറെ ഏതോ ഭാഗത്തേക്ക് പോയി, പുതിയൊരാൾ വന്നു, എൻ്റെ തന്നെ സെയിം പ്രായമുള്ള ഒരാളാണ്, ആണത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ശരീരം, പിന്നെ പുള്ളി കല്യാണം കഴിച്ചതായിരുന്നു, ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്, ഇപ്പോൾ ഉടനെ തന്നെ ഡൈവോഴ്സ് ആകും, അതിൽ കുട്ടികളൊന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കണ്ടാൽ അതീവ സുന്ദരനാണ്, ഒരു ഉരുക്കു മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകും. ഒരു പെണ്ണ് കണ്ടെത്തുന്ന എല്ലാ അട്രാക്റ്റീവായ ഫീച്ചേഴ്സും പുള്ളിക്കുണ്ട്. ചിരിക്കുമ്പോഴൊക്കെ ഇല്ലേ മാഡം, ശരിക്കും എന്തൊരു സൗന്ദര്യമാണെന്നോ, ഇത്രയും തികഞ്ഞ ഒരാൾ ഡ്രൈവറായിട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പുള്ളിയുടെ സംസാരം തമാശ നിറഞ്ഞതാണ്, എന്നെ മാഡം എന്നൊക്കെ വിളിച്ച് പുള്ളിയുടെ കഥകൾ തുറന്നു പറയും, എന്ത് ചോദിച്ചാലും പുള്ളിക്ക് ഒരു ഉത്തരവും കാണും, നല്ല ജോളിയായിട്ടാണ്, എപ്പോഴും ചിരിച്ച് സംസാരിക്കും. ഞാൻ ചോദിക്കും, നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഇത്രയും പരാജയപ്പെട്ടിട്ടും ഇപ്പോൾ പിരിയാൻ നിൽക്കായിട്ടും നിങ്ങൾക്ക് നല്ല കൂളാണല്ലോ എന്ന്. പുള്ളി പറയും, എന്ത് ചെയ്യാനാണ്, വരുന്നതൊക്കെ സ്വീകരിച്ചല്ലേ പറ്റുകയുള്ളൂ, എല്ലാത്തിനോടും നമ്മൾ ദുഃഖിച്ചും വിഷമിച്ചൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യം, വരുന്നത് വരും, അതങ്ങ് പോവുകയും ചെയ്യും, നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാനം കിട്ടും എന്നൊക്കെ പുള്ളി ഫിലോസഫി പറയും. പതുക്കെ പതുക്കെ എനിക്ക് തോന്നി സംസാരിക്കാൻ പറ്റിയൊരു മനുഷ്യനാണ്. ഡ്രൈവറാണെങ്കിലും അയാളെ എനിക്കൊരു സുഹൃത്തിനെ പോലെയാണ് ഫീൽ ചെയ്തത്. എന്നെ കളിയാക്കുകയും ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയും ചില സാരികളൊക്കെ അയാളെന്നെ കാണിച്ചു, ഇതായിരിക്കും മാഡത്തിന് നല്ലതെന്ന്, ഓർണമെൻറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു മാഡം. അതൊക്കെ ഞാൻ പരീക്ഷിച്ചു, അത്ഭുതാവഹമായ മാറ്റമാണ് എനിക്കുണ്ടായത്. ഭർത്താവ് പറഞ്ഞു, നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു, അട്രാക്റ്റീവായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇടയ്ക്കെങ്കിലും ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതെല്ലാം പുള്ളിക്കാരൻ്റെ ഒരു ഉപദേശം കൊണ്ടായിരുന്നു. പുള്ളി ഒത്തിരി ഇടത്ത് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, പെണ്ണുങ്ങളുടെ സൈക്കോളജി നന്നായിട്ട് അറിയാമെന്നും എനിക്ക് തോന്നി. ഇത്തിരി പഞ്ചാര കുട്ടപ്പനല്ലേ എന്ന് തോന്നുമെങ്കിലും എനിക്ക് പ്രശ്നമില്ല, പഞ്ചാര അടിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ മാഡം. എന്തായാലും ഭർത്താവിൻ്റെ സ്വഭാവമല്ല അങ്ങേർക്ക്, അതുമാത്രമല്ല എനിക്ക് ഇത്തിരി അധികാരം പ്രയോഗിക്കാൻ കഴിയുന്നൊരു പുരുഷനുമാണ്, അതുകൊണ്ട് എന്തും തുറന്ന് പറയാം. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ചളിയടിച്ചെന്ന് പറഞ്ഞാലും പുള്ളി തീർച്ചയായിട്ടും ചിരിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാറ്റിനും എനിക്ക് കൂട്ടായി മാറി. 1.5 മാസം കൊണ്ടില്ലേ ശരിക്കും ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ അങ്ങടുത്തു. ഇതിനിടയ്ക്ക് എനിക്ക് അടിവയറ്റിൽ വേദനയും പറ്റി തോന്നി. ഇനി മറ്റു കാര്യം നിക്ഷേപിച്ചില്ലേ, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൈനക്കോളജിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതങ്ങ് റിമൂവ് ചെയ്തിട്ട് പുതിയൊരെണ്ണം
ഏറ്റവും അഡ്വാൻസ്ഡ് ആയത് നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു മാഡം. ആ സമയത്ത് പുള്ളിയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടത്. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ചു. അപ്പോൾ പുള്ളി എന്താ മാഡം അസുഖം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അസുഖമൊന്നുമല്ല, ഒരു കാര്യമൊന്ന് മാറ്റിയിടാൻ പോയാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ ഇനിയൊരു കുട്ടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ മാഡം ഇനി കുട്ടികളെ വേണ്ടാത്തേ? ഓ അത് ശരിയാകില്ലെന്ന് പറഞ്ഞു. എന്നാലും അതിലെന്തോ മർമ്മപ്രധാനമായ ഒരു കാര്യമുണ്ടല്ലോ എന്നയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സൗഹൃദത്തിന് പുറത്ത് ഞാനും ഭർത്താവും തമ്മിലുള്ള കെമിസ്ട്രി, അതിലെ ചില പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കേട്ട് പറഞ്ഞു, ആ എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. ഞാനും എൻ്റെ മുൻ ഭാര്യയും തമ്മിലും ഒത്തിരി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി അവർ എനിക്ക് പറ്റിയൊരു പാർട്ണർ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ അറേഞ്ച്ഡ് മാരേജ് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാര്യം നമുക്ക് ഒരു ബെറ്റർ ഹാഫിനാണല്ലോ കിട്ടേണ്ടത്. ആ നല്ല പാതിയൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. പക്ഷേ എല്ലാവരും ശ്രമിക്കും. ചിലരൊക്കെ അത് സക്സസ് ആകും, അങ്ങനെ ജീവിതം തുടർന്നു പോകും. ചിലർ അഡ്ജസ്റ്റ് ചെയ്യും, ചിലർക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ബന്ധവും അങ്ങനെയാണോ തീർന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അതെ, ഞങ്ങൾ തമ്മിൽ ഒരോളവും ഉണ്ടായിരുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാൻ ഞങ്ങൾക്ക് മനസ്സുമില്ലായിരുന്നു, അതിന് പറ്റിയ ആളുകളുമായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇനി അടുത്ത കല്യാണം എപ്പോഴാണ് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇനിയും കല്യാണമല്ല എൻ്റെ ലക്ഷ്യം, നല്ല വൈബ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ലെന്ത് ശരിയാകുന്ന ഒരാളെ കിട്ടിയാൽ മാത്രമേ ഞാനിനി അങ്ങനെ ജീവിതം ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വേവ് ലെന്തുള്ള ആളുകളുമായിട്ട് 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിശയുടെ അത്രയും സമയം, അത്രയേ ഉള്ളൂ. രാവിലെ ഗുഡ് ബൈ ചൊല്ലി പിരിയുക. ആഹാ, അപ്പം വിവാഹമോചനം കഴിഞ്ഞ് തേനുണ്ണുന്ന മധുമനായി ഇങ്ങനെ പാറി പറന്ന് നടക്കാൻ ആഗ്രഹം വന്നു. ആ അങ്ങനൊരു ജീവിതം വേണ്ടേ? ഒരാളിൽ മാത്രം ഉറച്ചു നിന്നിട്ട് ജീവിതം കൊഞ്ഞാട്ടായല്ലോ എന്ന് പുള്ളി പറയുകയും ചെയ്തു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, മാഡത്തോട് ഇത്രയും സംസാരിച്ചതിന് സ്വാതന്ത്ര്യം ഞാൻ പറയുകയാണ്. എനിക്ക് മാഡത്തോട് ഒത്തിരി ഇഷ്ടമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ എൻ്റെ സ്വപ്നങ്ങളിൽ മാഡം കടന്നു വരാറുണ്ട്. മാഡത്തിൻ്റേത് ഒരു അപൂർവ ഗന്ധമാണ്. ദൂരെ നിന്ന് വരുമ്പോഴേ എനിക്ക് മനസ്സിലാകും, മറ്റു സ്ത്രീകളിലൊന്നും ഞാൻ ഇത്രയും മതിപ്പിക്കുന്നൊരു ഗന്ധം കണ്ടിട്ടില്ല. തലമുടിക്കുമ്പോഴും മാഡത്തിന് വല്ലാത്ത സുഗന്ധമാണ്. സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇളകുന്നുണ്ട്. പക്ഷെ മാഡം അത്രക്കാരിയല്ലെന്ന് എനിക്കറിയാം, അതിനുള്ള സാഹചര്യം ഇല്ലെന്നും അറിയാം. എങ്കിലും എൻ്റെ മോഹം ഞാൻ പറഞ്ഞതാ. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ ഞെട്ടി. ആഹാ, അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണല്ലേ എന്നോട് കൂട്ടായെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയില്ല, നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനത് പറഞ്ഞു. അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ വഴക്കും വക്കാണൊന്നും വേണ്ട. അതിൻ്റെ പേരിൽ മാഡം കോപിക്കുകയും വേണ്ട. പിന്നെ മാഡത്തിന് ഇത് ഇഷ്ടമില്ലായിരിക്കാം, അതുമാത്രമല്ല ഇഷ്ടമുണ്ടെങ്കിലും അതിനുള്ള സൗകര്യമില്ലെന്ന് എനിക്കറിയാമല്ലോ. വീടിന് ചുറ്റും CCTV ക്യാമറ, എനിക്ക് അകത്തേക്ക് കയറി വരാൻ പറ്റില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഈ ഒരു ഷോർട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം, അല്ലാതെ വേറെ എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ? ഒന്നുമില്ല. സാറ് അറിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ലാന്ന് എനിക്കറിയാമെന്ന്. ആഹാ, എടാ കൊച്ചു കള്ള, നീ എല്ലാ കാര്യങ്ങളും നോക്കി വെച്ചേക്കല്ലേ? അടിപൊളി നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ സിറ്റുവേഷന്, സമയമേ, പോക്ക് വരവ് എല്ലാം നീ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണല്ലോ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്നോട് പറയുകയാണ്, ആ മോഹമുണ്ടെങ്കിൽ നമ്മൾ മോഹിക്കുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അവർക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മാഡത്തിന് യാതൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ടോപ്പിക്ക് നമുക്ക് വിടാം. മറ്റു പോകുകളുണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ അവനോട് ദേഷ്യമാണ് വന്നത്. ഞാൻ പുറകിലിരുന്ന് പുള്ളിയുടെ തോളൊരു അടി അടിച്ചു. മര്യാദയ്ക്ക് നടന്നോണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെയാണ് മര്യാദയ്ക്ക് നടക്കുന്നത്? ഞാൻ സ്വന്തമായി നടക്കുകയല്ലേ. അടുത്തൊരു കല്യാണം കഴിക്കുന്നവരെ എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ? അതുവരെ ഞാൻ ചിലപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങിയേക്കാം, അല്ലാതെ എന്താ ചെയ്യുക? ഏത് പുരുഷനും ചില ആവശ്യങ്ങളുണ്ടല്ലോ, സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. മാഡത്തിന് ഭർത്താവുണ്ട്, അത്യാവശ്യമായും എല്ലാം ഓക്കെയാണ് താനും. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ ഇനി നല്ലവണ്ണം തിരയേണ്ടിയിരിക്കുന്നു. എന്തായാലും മാഡത്തോടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പോയാലൊരു വാക്ക് എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കുറെ കുറ്റപ്പെടുത്തി. അവനതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും വീട്ടിൽ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു കാണിച്ചു.
എനിക്ക് ഒരു സിഗ്നൽ പോലെ. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല, വീട്ടിൽ കയറിപ്പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും തീരുമാനം എടുത്തോന്നും. ഞാൻ പറഞ്ഞ തീരുമാനമൊന്നും എടുത്തില്ല, ഞാനൊരു കുലസ്ത്രീയാണെന്ന് പറഞ്ഞ് ചുമ്മാ കളിയാക്കി ചിരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കുലസ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പച്ചയായ ചില കാര്യങ്ങൾ പറഞ്ഞു. മാഡം ആഗ്രഹിക്കുന്നത് പോലെയായിരിക്കും എൻ്റെ പെരുമാറ്റം. മാഡം പറയുന്നതെന്തും ഞാൻ അനുസരിക്കും. മാഡത്തിന് വേണ്ടി എത്ര നേരം വേണമെങ്കിലും ഞാൻ കാത്തു നിൽക്കും. പിന്നെ എനിക്ക് പറ്റാവുന്നിടത്തോളം മാഡത്തിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. മാഡം ഇഷ്ടങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല നിൻ്റെ വില പട്ടിക ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഇനി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പച്ചയായിട്ട് എന്നോട് പറയാൻ തുടങ്ങി. മാഡം അത് കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും പച്ചയായ ഒരു പുരുഷന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. നിർത്താൻ പറഞ്ഞിട്ടും അവൻ എന്നെ രസം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മാഡം കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ ഒരു കുളിരരുവി പൊട്ടി ഒഴുകുന്ന പോലെ എനിക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, മാഡത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഭാഗ്യത്തിന് ആ സമയത്ത് നല്ലൊരു മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, മാഡം ഞാൻ കാറ് ഓരത്ത് നിർത്തിയിട്ട് അങ്ങ് പുറകിലേക്ക് വരട്ടെ എന്ന്. വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവൻ ഒരു ഗ്രൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റി. അവിടെങ്ങും ആരുമില്ല. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയായി. അവൻ പെട്ടെന്ന് ബാക്കിലെ ഡോറ് തുറന്ന് അകത്ത് കയറി. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ശരിയാകില്ല, പ്രശ്നമാകുമെന്ന്. അവൻ പറഞ്ഞു, ശക്തമായ മഴ, എന്തായാലും ഇപ്പോഴെങ്ങും തോരില്ല എന്ന് പറഞ്ഞു. മാഡം എനിക്ക് ഒന്നും പറയാനുള്ള സാവകാശം അവൻ തന്നില്ല. മഴ മുത്തങ്ങളാൽ അവൻ എന്നെ മൂടി. ഉയർന്നും താഴ്ന്നും എൻ്റെ മനസ്സ് വല്ലാതെ അവനിലേക്ക് അടുത്തുപോയി. മാഡം പരിമിതമായ സ്ഥല സൗകര്യങ്ങൾക്കുള്ളിൽ അവൻ ഇത്രയും വലിയൊരു സ്വർഗകുടീരം തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അവന് ഒന്നും ഒരു തടസ്സമായിരുന്നില്ല. പക്ഷേ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് മാഡത്തിന് ഒത്തിരി ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു, സിഗ്നൽ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടു പൊത്തിപ്പോയി. മാഡം എല്ലാം ഓക്കെ ആയിരുന്നത് കൊണ്ട് അവനും എല്ലാം എളുപ്പമായിരുന്നു. കാറ് മഴയെ താഞ്ഞു കുലുങ്ങിയത് എത്ര പേർ കണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 20 മിനിറ്റ് കൊണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൂട്ടുകെട്ട് തുടങ്ങിയത്. അതെനിക്ക് 20 മണിക്കൂറായി തോന്നി. എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിൽ ഒന്നായിരുന്നു അത്. പിന്നീട് കാറിൽ വെച്ച് മാക്സിമം പല സമയത്തും ഞങ്ങൾക്ക് അവസരങ്ങളുണ്ടായി. പക്ഷേ അത് പരിമിതമാണ്. സമയപരിമിതി ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭർത്താവ് എല്ലാം ലൈവായിട്ട് സെർച്ച് ചെയ്യുമെന്ന് എനിക്കുറപ്പാണ്. ഒരു കള്ളത്തരവും നടക്കില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ തന്നെയുള്ള ഒരു ജോലിക്കാരി, ഞങ്ങളുടെ അടുക്കളപ്പണി ചെയ്യുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയെ അവന് നന്നായിട്ടറിയാം. ചേച്ചി പണ്ടത്തെ ഒരു ഫേമസ് ആയിട്ടിരുന്ന ആളാണ്. പ്രായമായപ്പോൾ ചേച്ചി ശീലാവധിയായതാണ്. പക്ഷെ ചേച്ചിയുടെ ഉള്ളിൽ ഇപ്പോഴും തീക്കനൽ ജ്വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ റിസ്ക് എടുത്തിട്ട് എന്നെ അവന് ഇഷ്ടമാണെന്നും ചേച്ചി തന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടുകഴിഞ്ഞപ്പോൾ വലിയ ഷോക്കായി. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് അറിയും, അവർ നമ്മളെ ചതിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പോയി, ഇനിയിപ്പോൾ ആ ചേച്ചി നമ്മളെ സഹായിക്കുമെന്ന്. ചേച്ചി എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, ആ ചേച്ചിയുടെ വീട് കുറച്ചപ്പുറത്താണ്, അവിടേക്ക് ഇടയ്ക്കൊന്ന് വന്നാൽ മതിയെന്ന്. ചേച്ചിക്കാണെങ്കിൽ മോനോട് വലിയ അടുപ്പമാണ്. ഇടയ്ക്കൊക്കെ അവനെയും കൊണ്ട് അവരുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല മോളെ, ഞാനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വൈകുന്നേരം അങ്ങ് പോകാം, ആ സമയത്ത് എടുക്കാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കുറച്ചേരം ഇരിക്കുക എന്ന് പറഞ്ഞു. എന്തായാലും ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആളല്ലേ, ചേച്ചിയുടെ വീട്ടിൽ 1 മണിക്കൂർ അവർ ഇരുന്ന് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന്. അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ 2-3 ദിവസം അവിടെ പോകും. ചേച്ചിയും ചേച്ചിയുടെ ഒരു മോളും മാത്രമാണ് ഉള്ളത്. പക്ഷേ ആ പെൺകുട്ടിക്ക് ബുദ്ധി വളർച്ചയൊന്നുമില്ല. അപ്പുറത്ത് ഒരു റൂമുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. ചേച്ചി കുഞ്ഞിനെ നോക്കും. അങ്ങനെ ത്രിവേണി സംഗമങ്ങൾ പലതും നടന്നു. മാഡം നടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങേരോട് പ്രേമം മൂത്തു. അങ്ങേർക്ക് എന്നോടും പണ്ടത്തെ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒന്നിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു. കാര്യം അതാണ് സ്വർഗം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അയാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. മാഡം 2 ആഴ്ച കഴിഞ്ഞു. നല്ല സുന്ദരമായ ജീവിതമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഭർത്താവ് സ്വാധീനം ഉപയോഗിച്ചിട്ട് ഞങ്ങളെ കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നെ കൈ ഒഴിഞ്ഞു. ഭർത്താവ് അയാൾക്ക് എന്താ കൊടുത്തെന്ന് തോന്നുന്നു.
എന്നെ ഇനി ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞ് അയാൾ എന്നേക്കുമായിട്ട് നാട് വിട്ടു പോയി മാഡം. എല്ലാം 2-3 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ആ ഒരു പ്രശ്നം അങ്ങ് അവസാനിക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ വീട്ടുകാരാണെങ്കിൽ എനിക്ക് കട്ട് ചെയ്തിരും. അവസാനം ഭർത്താവ് എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാത്ത സ്നേഹം കിട്ടി. എനിക്ക് നിങ്ങളുടെ സമയമില്ലാത്ത ജീവിതത്തിൽ കൂടെ താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് നിന്നെ ഞാൻ സ്വീകരിച്ചതാണ്. ഇനിയിപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ എൻ്റെ കൂടെ റാണിയായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ പോകാം. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാനാണ് താല്പര്യം, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇനി നീ തെറ്റ് ചെയ്യണം. കാര്യം എനിക്ക് നിന്നോട് ഇനിയൊരു താല്പര്യവുമില്ല. ഇനി ഞങ്ങളുടെ പാർട്ടികൾക്കും ക്യാമ്പുകൾക്കും എല്ലാം നീ വരണം. അവിടെ നമുക്ക് പ്രയോജനമുള്ള ആൾക്കാരുമായിട്ട് നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ നിന്റെ ഇഷ്ടത്തിനൊത്ത കാര്യങ്ങൾ നടക്കില്ല, ഞാൻ പറയുന്ന ആളുകളുമായി മാത്രം എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കില്ല. തമ്മിൽ ഭേദം തൊമ്മൻ ഈ നിബന്ധന എന്ന് ഞാൻ വിചാരിച്ചു മാഡം. പക്ഷേ ഒട്ടും ഈസിയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ മറ്റൊരാൾ സെലക്ട് ചെയ്യുന്ന ഒരാളെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല മാഡം. അത് വളരെ യാന്ത്രികമായി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വളരെ രസകരമായൊരു കാര്യമായിരിക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ പണ്ടത്തേക്കാൾ മോശമായിരിക്കുകയാണ് മാഡം. ചില ദിവസങ്ങളിൽ നല്ല അനുഭവങ്ങളായിരിക്കും, ചില ദിവസം മോശം അനുഭവങ്ങളും. ചിലരുമായിട്ടൊന്നും എനിക്ക് ഒട്ടും ഒത്തുപോകാൻ പറ്റുന്നില്ല. ഭർത്താവ് പറഞ്ഞത് ഇതിൽ ചോയ്സ് ഇല്ലെന്നാണ്. അയാൾ പറയുന്നതാണ് ചോയ്സ്. പക്ഷേ എനിക്കിപ്പോൾ ഇതൊക്കെ മടുത്തു തുടങ്ങി മാഡം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വീണ്ടും ഒരു വിവാഹ ജീവിതത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ, അവരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാം എന്ന് തോന്നുന്നുണ്ട്. എങ്കിലും ഭർത്താവിൻ്റെ ഈ പാത എനിക്ക് പറ്റിയതല്ല മാഡം. അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാം മാഡം? ഒരു കുട്ടിയെയും കൊണ്ട് എൻ്റെ വീട്ടുകാരനെ സ്വീകരിക്കില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച ഭർത്താവ് ഒരു ഈഴെടുപ്പം ഇല്ലാത്ത ആളായിരുന്നു. പണത്തിൻ്റെ പേരിൽ നിങ്ങളവിടെ താമസിച്ചു, അത് ഒരു ജസ്റ്റ് ഇങ്ങനെയൊക്കെ പോയി. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനെ ഹരം കൊള്ളിക്കുന്ന ഒരാൾ വന്നത്. പക്ഷേ അയാളൊരു പേടിച്ചു തുറിയായിരുന്നു. ആ സംഭവങ്ങൾ ഇങ്ങനെയായി. നിങ്ങൾ അയാളോട് ഒളിച്ചോടി പോയിട്ട് അത് സക്സസ് ആയില്ല. അയാൾ പേടിച്ച് നിങ്ങളെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതോടുകൂടി പ്രണയവും മണ്ണാങ്കട്ടയൊന്നും ശരിയാകില്ലെന്നും ഇനി ഒരു വിവാഹജീവിതം വേണ്ടാന്ന് വിചാരിച്ച് ഭർത്താവ് പറഞ്ഞത് കേട്ട് ഈ വിവാഹത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഭർത്താവ് എന്താണ്, ഇവളെ ഞാൻ പൊത്തി വളർത്തുകയായിരുന്നു, നല്ലൊരു ശീലാവതിയായിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്നു വിചാരിച്ചാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു മതിൽ ചാട്ടം ചാടി. എന്നാൽ പിന്നെ ഇവളെ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാം, എൻ്റെ അടിമയാക്കിയേക്കാം എന്ന് വിചാരിച്ച് അയാളും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാകും നിങ്ങൾ വിചാരിച്ചെങ്കിലും അവിടെയും പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇത്തരം ബിസിനസ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കുമെന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ചോയ്സ് ഇല്ലാത്ത ഒരിടത്ത് തുടരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കുന്ന മെൻറ്റാലിറ്റി ഉള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കണം. അപ്പോൾ ഇനി വിവാഹമോചനത്തിലേക്ക് കടന്ന് നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുമായി ചുറ്റിയടിച്ച് നടക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടിയും കൊണ്ട് പോകുമ്പോൾ അത് പ്രശ്നമാകും. അതല്ല, അത്യാവശ്യം മാതൃകാപരമായി ജീവിക്കാൻ പറ്റുകയാണ് കല്യാണമൊന്നും കഴിക്കാതെ, എങ്കിൽ കുഴപ്പമില്ല. എങ്കിലും പുറത്തിറങ്ങുമ്പോൾ സമൂഹം ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരും, നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ വിവാഹമോചനം എന്നൊരു ഐഡിയ എടുത്തിടുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ എവിടെ പോയി താമസിക്കും? അതിന് താമസസ്ഥലം കണ്ടെത്തണം. ചിലപ്പോൾ ഫ്ലാറ്റായിരിക്കണം, പണം വേണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളിപ്പോൾ 1-2 വർഷം 3 വർഷം നീണ്ടു പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് താമസിക്കാനും അതേപോലെ കഴിയാനും ഉള്ള പണവും ജോലിയും നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങിപ്പോകാവൂ. ഇപ്പോൾ ഒരു വിവാഹമോചനം നടന്ന് നിങ്ങൾക്ക് ജീവനാംശമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാലങ്ങളെടുക്കും. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. കുട്ടിയുടെ ഉടമസ്ഥാവകാശം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആരും തുണയില്ലാത്തപ്പോൾ പറഞ്ഞതുപോലെ പണം നന്നായി വേണമെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അതിന് ജോലിയോ അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് വേണമെങ്കിലും താമസിക്കാം. അതെല്ലാം സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ പിന്മാറാവൂ. എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഒളിച്ചോടിപ്പോയ ആ ഒരു രീതി പോലെയാകും. ഒരു ഫലവത്തായ കാര്യങ്ങളും നടക്കില്ല. ഭർത്താവിനോട് ഇനി സ്ട്രിക്റ്റായിട്ട് പറയുക,
പറ്റില്ല, എനിക്ക് ചോയ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് കുറച്ചൊക്കെ ഞാൻ അംഗീകരിക്കാം, പക്ഷേ എൻ്റെ ചോയ്സുകൾ അവിടെ നടക്കണം. അതിന് പറ്റില്ലെങ്കിൽ എനിക്ക് വിവാഹമോചനം വേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് എവിടെയെങ്കിലും പോകും, ഇട്ടിട്ട് പോകുമെന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക. ചിലപ്പോൾ അയാൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇതേപോലെ വേണമെങ്കിലും ഒരു മുഖം മൂടി വെച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി സപ്പോർട്ടിന് ആളുകളുമൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രം അങ്ങയുടെ അടുത്തേക്ക് ഇറങ്ങി നടക്കുക. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അഭിമുഖീകരിക്കണം. അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. പെട്ടെന്ന് എടുത്ത് ചാടരുത്. അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോവുക. വിഡിത്തങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.